കുട്ടികൾക്കും മുതിർന്നവർക്കും വിളർച്ച വരാറുണ്ട്. അതിന് ഉത്തമ പരിഹാരമാണ് റാഗി അഥവാ കോറ വിരകിയത്. അതെങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം. 3 ടീസ്പൂൺ റാഗി ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തു. അതിനുശേഷം അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതിൻ്റെ തോല് മുഴുവൻ കളഞ്ഞു. ആ ഒരു മിക്സാണ് ഈ കാണുന്നത്. കൂടാതെ കുറച്ച് നാളികേരം ചിരുവിയതും പാകത്തിന് ഉപ്പും. അരച്ചു വെച്ച ഈ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് പാകത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലൊഴിക്കുന്നില്ല, ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് വേവുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കൽ നിർത്താനേ പാടില്ല. 5 മിനിറ്റോളം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി വരും. ഇത് പ്രായമായവർക്ക് ഇടനേരങ്ങളിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷീണം അവർക്ക് ഉണ്ടാവുകയില്ല. രക്തം കൂടും. അതുകൊണ്ട് രക്തക്കുറവ് വരികയും ഇല്ല. ഇപ്പം തന്നെ ഇത് ഏകദേശം കുറുകി വന്നു. നല്ലപോലെ കട്ടിയാക്കരുത്, അപ്പം ദഹന പ്രശ്നം ഉണ്ടാവും. ഒരുവിധം ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ പതുക്കെ വരും. ഇതാണ് അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നാളികേരമാണ്. നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ ഇളം ചൂടോടുകൂടി വേണം കഴിക്കാൻ. ഇതൊരു പിഞ്ഞാണത്തിലേക്ക് മാറ്റി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി കുടിക്കാം. വയറ് നിറയുകയും ചെയ്യും. കുറേ നേരത്തിന് നമുക്ക് വിശപ്പുണ്ടാവില്ല. വയസ്സായവർക്കൊക്കെ പ്രത്യേകിച്ച് വയസ്സുകാലം വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇടനേരത്തൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അവർക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. വിശപ്പകറ്റാനും ഉള്ള ഒരു ഭക്ഷണം കൂടിയാണിത്. നല്ല ഭംഗി വന്നിട്ടുണ്ട് ഇതിന്. ചിലർക്ക് പാലും ശർക്കരയൊന്നും പിടിക്കില്ല. അങ്ങനെ ഉള്ള ആളുകൾക്കുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ട്രൈ ചെയ്യൂ. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ആക്കരുത്. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പിഞ്ഞാണത്തിൽ വിളമ്പി ഇളം ചൂടോടുകൂടി വേണം കഴിക്കാൻ. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഒന്ന് തണുത്ത ശേഷം ഇത് കഴിക്കാം.